മുനമ്പം ഹാർബറിൽ നിന്ന് അഭയാർത്ഥികൾ രാജ്യം വിട്ടിട്ടുണ്ടാകാമെന്ന നിഗമനത്തിൽ പോലീസ് സാഹചര്യ തെളിവുകളും കണ്ടെടുത്ത ബാഗിലെ രേഖകളും പരിശോധിച്ചതിനെ തുടർന്നാണ് അനധികൃത കുടിയേറ്റം നടന്നതായി പോലീസ് കരുതുന്നത്. കേടാകാതെ ദീർഘകാലം ഉപയോഗിക്കാൻ കഴിയുന്ന ഭക്ഷണ വസ്തുക്കൾ അടക്കമുള്ള സാധനങ്ങളും തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങളും അടക്കമാണ് ഉപേക്ഷിക്കപ്പെട്ടത്. ബാഗുകളിൽ നിന്ന് കണ്ടെടുത്ത ആശുപത്രി രേഖകളും ബോർഡിംഗ് പാസുകളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. ദീപക് എന്ന ഡൽഹി സ്വദേശി തമിഴ്നാട്ടിൽ ചികിത്സ തേടിയതിന്റെ രേഖകളും മറ്റ് 3 പേരുടെ ബോർഡിംഗ് പാസുകളുമാണ് അന്വേഷണത്തെ സഹായിക്കുന്ന തെളിവുകളായി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ദീപകിന്റെ ഫോൺ നമ്പർ ലഭ്യമായെങ്കിലും അത് പ്രവർത്തനരഹിതമാണ്. ടവർ ലൊക്കേഷൻ അടക്കം ലഭ്യമാക്കാനുള്ള ശ്രമം തുടരുകയാണ്. റിസോർട്ടുകളിലടക്കം നടത്തിയ പരിശോധനയിൽ അന്വേഷണത്തെ സഹായിക്കുന്ന ഒന്നും ലഭ്യമായില്ല. പരിശോധന നടത്തിയതിൽ ഒരു റിസോർട്ടിൽ തങ്ങിയ ഇതര സംസ്ഥാനക്കാരിൽ ചിലരെ മാത്രമാണ് ബന്ധപ്പെടാൻ കഴിയാത്തത്. ആദ്യം സംശയം തോന്നിയ ചിലർ സാധാരണ വിനോദസഞ്ചാരികളാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സാധനങ്ങൾക്കും മുനമ്പത്ത് 2 ഇടത്തായി കണ്ടെത്തിയ സാധനങ്ങൾക്കും ഒരേ സ്വഭാവമാണുള്ളത്. കൊടുങ്ങല്ലൂരിൽ നിന്ന് ലഭിച്ച ബാഗിൽ നിന്ന് ലൈഫ് ജാക്കറ്റ് കണ്ടെടുത്തതും അനധികൃത കുടിയേറ്റം എന്ന സംശയത്തെ ബലപ്പെടുത്തുന്നതാണെന്നാണ് പോലീസ് നിരീക്ഷണം. മുനമ്പത്ത് വടക്കേ കടയുന്ന സ്ഥലത്ത് കുറച്ച് 42 ആൾക്കാർ അവിടെ താമസിച്ചിരുന്നു. അവർ ഇതുപോലെ അവിടുന്ന് മിസ്സിംഗ് ആണെന്നും പിന്നെ അതോടെ തന്നെ അവിടെ ഏതൊരു ബോട്ടൊക്കെ മിസ്സിംഗ് ആണെന്നും നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മൾ IBയോട് പറഞ്ഞിട്ടുണ്ട്, ഇന്റലിജൻസിനോട് പറഞ്ഞിട്ടുണ്ട്. ബാഗുകളിൽ നിന്ന് കണ്ടെടുത്ത തിരിച്ചറിയൽ രേഖകളടക്കം പരിശോധിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ വരും ദിവസങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തിരിക്കും. സാധാരണയിൽ കൂടുതൽ ഇന്ധനം നിറച്ച ബോട്ട് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രധാനമായും പുരോഗമിക്കുന്നത്. കോസ്റ്റൽ ഗാർഡ് നടത്തിയ പരിശോധനയിൽ ബോട്ടിനെ സംബന്ധിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. മീഡിയ 1 കൊച്ചി.